ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. പാസ്റ്റ് ഹാബിറ്റ്സ് അഥവാ കഴിഞ്ഞുപോയ ശീലങ്ങളെക്കുറിച്ച് എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. ഹിന്ദിയിൽ പണ്ട് പതിവായി ചെയ്തിരുന്ന കാര്യങ്ങൾ പാസ്റ്റ് ഹാബിറ്റ്സ് പറയാൻ ക്രിയയുടെ കൂടെ വെർബിൻ്റെ കൂടെ ഥ അതുപോലെ ദി ചേർത്താൽ മതി. വെർബിൻ്റെ കൂടെ ഥ ദി ചേർത്താൽ മതി നമ്മൾ പാസ്റ്റ് ഹാബിറ്റ്സ് പറയാൻ. അത് ആൺകുട്ടികളാണെങ്കിൽ ബോയ് പറയുകയാണെങ്കിൽ ഥ എന്നും, ഗേള് പെൺകുട്ടി പറയുകയാണെങ്കിൽ ധീ എന്നും ചേർക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പണ്ട് കത്തെഴുതുമായിരുന്നു. മേ പെഹലെ കത്ത് ലിഖ്താത. മേ പെഹലെ കത്ത് ലിഖ്താത. ഞാൻ പണ്ട് കത്തെഴുതുമായിരുന്നു. അതുപോലെ ഞാൻ പണ്ട് ഓടുമായിരുന്നു. മേ പഹലെ ദൗഡ്താത. മേ പഹലെ ദൗഡ്താത. ഞാൻ പണ്ട് ഓടുമായിരുന്നു. ദൗഡ്ന ഓടുക. അടുത്ത എക്സാമ്പിൾ നോക്കിയാട്ടെ. ഞാൻ പണ്ട് പാടുമായിരുന്നു. മേ പെഹലെ ഗാത്താത. മേ പെഹലെ ഗാത്താത. ഞാൻ പണ്ട് പാടുമായിരുന്നു. ഇവിടെ ഗാത്താത ഒരു ബോയ് പറയുമ്പോഴും, അതുപോലെ നോക്കിയാൽ മേ പെഹലെ ഗാത്തീതി ഒരു ഗേള് പറയുമ്പോഴും യൂസ് ചെയ്യും. ഞാൻ പണ്ട് പാടുമായിരുന്നു. മേ പെഹലെ ഗാത്തീതി. ഞാൻ പണ്ട് കളിക്കുമായിരുന്നു. മേ പെഹലെ ഗേൽത്താത. മേ പെഹലെ ഗേൽത്താത. ഞാൻ പണ്ട് കളിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ കളിക്കുമായിരുന്നു. ഞാൻ പണ്ട് നേരത്തെ ഉണരുമായിരുന്നു. മേ പെഹലെ ജൽദി ഉടുത്താത. മേ പെഹലെ ജൽദി ഉടുത്താത. ഞാൻ പണ്ട് നേരത്തെ ഉണരുമായിരുന്നു. ഉടന ഉണരുക. ഞാൻ പണ്ട് ചായ കുടിക്കുമായിരുന്നു. മേ പെഹലെ ചായ് പീത്താത. മേ പെഹലെ ചായ് പീത്താത. അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് വാചകത്തിൻ്റെ അവസാനം ലേക്കിൻ അബ്നഹി എന്ന് ചേർത്താൽ മതി. ഇപ്പോൾ ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല നമ്മൾ പറയാതെ പറയാൻ മലയാളത്തിൽ അല്ലെ ഹിന്ദിയിലെ വാചകത്തിൻ്റെ അവസാനം ലേക്കിൻ അബ്നഹി ചേർക്കുക. ഞാൻ പണ്ട് കത്തെഴുതുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല. മേ പെഹലെ കത്ത് ലിഖ്താത ലേക്കിൻ അബ്നഹി. മേ പെഹലെ കത്ത് ലിഖ്താത ലേക്കിൻ അബ്നഹി. ഞാൻ പണ്ട് ചായ കുടിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കുടിക്കില്ല എന്ന് പറയാം. മേ പെഹലെ ചായ് പീത്താത ലേക്കിൻ അബ്നഹി. മേ പെഹലെ ചായ് പീത്താത ലേക്കിൻ അബ്നഹി. ഞാൻ പണ്ട് ഇവിടെ താമസിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല. മേ പെഹലെ യഹാം രഹ്താത ലേക്കിൻ അബ്നഹി. മേ പെഹലെ യഹാം രഹ്താത ലേക്കിൻ അബ്നഹി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പണ്ട് രാവിലെ ഓടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല. മേ പെഹലെ സുബഹ് ദൗഡ്താത ലേക്കിൻ അബ്നഹി. മേ പെഹലെ സുബഹ് ദൗഡ്താത ലേക്കിൻ അബ്നഹി. ഇപ്പോൾ ഓടാറില്ല എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. അതിന് ലേക്കിൻ അബ്നഹി ചേർത്താൽ മതി. ഓർത്തു വെക്കുക, ടു റിമെമ്പർ. നമ്മൾ പറയുമ്പോഴും ഓർത്തു വെക്കുക. ഒരു ആൺകുട്ടിയാണെങ്കിൽ വാചകത്തിൻ്റെ അവസാനം ത ചേർക്കുക. ഞാൻ ചെയ്യുമായിരുന്നു. മേ കർത്താത. മേ കർത്താത. അതൊരു ബോയ് പറയുമ്പോൾ. അതുപോലെ ഒരു പെൺകുട്ടി പറയുകയാണെങ്കിൽ വാചകത്തിൻ്റെ അവസാനം തീ ചേർക്കുക. ഒരു ഗേള് പറയുമ്പോൾ വാചകത്തിൻ്റെ അവസാനം ദി ചേർക്കുക. ഞാൻ ചെയ്യുമായിരുന്നു. എങ്ങനെ പറയാം? മേ കർത്തീതി. അതൊരു ഗേള് പറയുകയാണെങ്കിൽ. പണ്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല എന്ന് പറയാൻ വാചകത്തിൻ്റെ അവസാനം ലേക്കിൻ അബ്നഹി എന്ന് ചേർത്താൽ മതി. ഇപ്പോൾ ചെയ്യുന്നില്ല. ഇത് ഓർത്തു വയ്ക്കുക. ഐ യൂസ്ഡ് ടു മെയിൽ ആണെങ്കിൽ താത, ഐ യൂസ്ഡ് ടു ഫീമെയിൽ ആണെങ്കിൽ തീതി. ബട്ട് നോട്ട് നൗ ആണെങ്കിൽ ലേക്കിൻ അബ്നഹി. ഇപ്പോൾ ഇല്ല പക്ഷേ ഇപ്പോൾ ഇല്ല. മേ പെഹലെ കത്ത് ലിഖ്താത ലേക്കിൻ അബ്നഹി എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഒരു ശീലം ഇപ്പോൾ നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ലേക്കിൻ അബ്നഹി ഇപ്പോൾ ഇല്ല എന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പണ്ട് അവിടെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല. മേ പെഹലെ വഹാം ജാത്താത ലേക്കിൻ അബ്നഹി. മേ പെഹലെ വഹാം ജാത്താത ലേക്കിൻ അബ്നഹി. ഇപ്പോൾ അവിടെ പോകാറില്ല ഉള്ളതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.